ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സെന്റ് തോമസ് മൗണ്ട് മാർത്തോമ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ വലിയ നൊയമ്പിനോടനുബന്ധിച്ച് ധ്യാന പരമ്പര ക്രമീകരിക്കുവാനും അതിൻ്റെ ഭാഗമായി എനിക്കും ഈ ധ്യാനത്തിൽ പങ്കുചേരുവാൻ ഇപ്രകാരം ഒരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട ഇടവക വികാരി ക്രിസ്ത്യൻ കുര്യനച്ഛനോടുള്ള നന്ദി അറിയിക്കട്ടെ. ഈ ദിനത്തിലെ ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 62 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാത്യു ചാപ്റ്റർ 27 വേഴ്സസ് 62 to 66. 64-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം മാത്രം വായിക്കട്ടെ. 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. Go make the tomb as secure as you can. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം 2-ാമത്തെ ദിനമാണ് ദുഃഖശനി. ദുഃഖശനി യേശുവിൻ്റെ ശിഷ്യന്മാർക്കും അവനെ വാസ്തവമായ അനുഗമിച്ചതായ ആളുകൾക്കെല്ലാം തന്നെ വലിയ സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നൊമ്പരങ്ങളുടെയും ദിനമായിരുന്നു. കാരണം യേശു തൻ്റെ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയിൽ ആവർത്തിച്ച് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് താൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത്. എന്നാൽ യേശുവിൻ്റെ മരണശേഷം യേശു പറഞ്ഞ വാക്കുകൾ ഒരു കാരണവശാലും പ്രവൃത്തിയിൽ വരുവാൻ ഇടയാകരുത് എന്നുള്ള ചിന്തയോടെ യഹൂദന്മാരുടെ പ്രവചനത്തെ തടയിടുവാൻ യഹൂദ മത നേതൃത്വവും ഗവൺമെൻറ് അധികാരികളും യേശുവിൻ്റെ കല്ലറ മുദ്രണം ചെയ്യുന്നു. എന്നാൽ 3-ാം നാൾ അതിരാവിലെ നാം കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്ന വാർത്ത യഹൂദ മത നേതൃത്വത്തിൻ്റെയും ഗവൺമെൻറ് അധികാരികളുടെയും കൂട്ടായ തീരുമാനവും പ്രയത്നവും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ വൃഥാവായി പോയി എന്നുള്ളതാണ്. ഈ വേദഭാഗം ആമുഖമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു മനുഷ്യശക്തിക്കും ദൈവ പദ്ധതിയെ ഒരിക്കലും ഇല്ലാതാക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. 3 ചിന്തകൾ ഈ വേദഭാഗത്തെ അധികരിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പങ്കുവയ്ക്കട്ടെ. 62 മുതൽ 64 വരെയുള്ള വാക്യങ്ങളിൽ അധികാരവർഗത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച പ്രവൃത്തിയാണ് നാം കാണുന്നത്. യേശു ചെയ്ത അടയാളങ്ങൾക്കും അത്ഭുത പ്രവൃത്തികൾക്കും സാക്ഷികളായി തീർന്നിട്ടുള്ളവരാണ് മതനേതൃത്വങ്ങൾ. എന്നാൽ അവർ യേശുവിനെ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത് വഞ്ചകൻ എന്നാണ്. 3-ാം നാൾ കല്ലറകളെ പൊട്ടിച്ച് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ വാക്കുകൾ, പ്രവാചക വാക്കുകൾ ഈ മരണസമയത്തും അതിനുശേഷവും അവരോർക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാനസിക സംഘർഷത്തിലാണ്. കാരണം യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും ക്ഷീണമുളവാക്കുന്ന, മാനക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യമായി അവർ അതിനെ മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും യേശുവിൻ്റെ ഭൗതിക ശരീരം കല്ലറയ്ക്കുള്ളിൽ നിന്ന് ആരും കൊണ്ടുപോകുവാനോ ഉയർത്തെഴുന്നേൽക്കുവാനോ പാടില്ല എന്ന രീതിയിൽ ആ കല്ലറ റോമ ഗവൺമെൻറ്റിൻ്റെ സീല പതിപ്പിക്കുകയാണ്. 2, ഈ വേദഭാഗത്ത് 65-66 വാക്യങ്ങളിൽ മനുഷ്യൻ്റെ ദുർബലമായ ശ്രമമാണ്. എന്താണ്? പീലാത്തോസ് പറയുന്നു, ആവശ്യത്തിന് കാവൽക്കൂട്ടത്തെ യേശുവിൻ്റെ കല്ലറയുടെ സംരക്ഷണത്തിനായി സുരക്ഷിതത്വം ഉറപ്പാക്കുവാനായി നിയോഗിക്കുകയാണ്. യേശുവിൻ്റെ കല്ലറ മുദ്ര ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളാൽ ആകുന്നിടത്തോളം പോയി കല്ലറ ഉറപ്പാക്കുവീൻ എന്നാണ് പീലാത്തോസ് ആഹ്വാനം ചെയ്യുന്നത്. പരീശന്മാരെ പോലെ യേശുവിനെ കല്ലറയ്ക്കുള്ളിൽ ലോക്ക് ചെയ്ത് കിടത്തുവാൻ ഗവൺമെൻറ് അധികാരികളും ശ്രമിക്കുന്നു.
എന്നാൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ രാഷ്ട്രീയ ശക്തി കൊണ്ടോ യേശുവിനെ ഒരു സ്ഥലത്തും ഒരിടത്തും നിയന്ത്രിച്ചു നിർത്തുവാനോ മനുഷ്യന്റെ താല്പര്യപ്രകാരം കൊണ്ടുപോകുവാനോ സാധ്യമല്ല എന്ന് യേശുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ചിന്ത, ഈ മുദ്രയിൽ അന്തർലീനമായിരിക്കുന്ന വിരോധാഭാസമാണ്. ശത്രുക്കളുടെ പ്രവൃത്തികളും അവരുടെ കൂട്ടായ ശ്രമങ്ങളുമെല്ലാം ഓർമ്മിപ്പിക്കുന്നത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സാധൂകരിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് അവർ ശക്തമായ ഒരു കാവൽക്കൂട്ടത്തെ കല്ലറയുടെ സംരക്ഷണത്തിനായിട്ട് നിയോഗിക്കുന്നു. റോമ ഗവൺമെന്റിന്റെ സീല് കല്ലറയുടെ മുകളിൽ പതിപ്പിക്കുന്നു. ഒരു കാരണവശാലും അവന്റെ ഭൗതിക ശരീരം ആരും എടുത്തുകൊണ്ടു പോകുവാനോ ഈ മുദ്രണം പൊട്ടിച്ച് കാവൽ ഭടന്മാരെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധ്യമല്ല എന്നുള്ള അവരുടെ വിശ്വാസം. എന്നാൽ യേശു അതെല്ലാം ഭേദിച്ച് ദൈവം തമ്പുരാന്റെ പദ്ധതി പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഈ മുദ്രയിലെ വൈരുദ്ധ്യം നമ്മെ പഠിപ്പിക്കുന്നത് യേശു വാസ്തവമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മൂന്നാമത്തെ ദിവസമാണ് ഞായറാഴ്ച. ശനിയാഴ്ചയിലെ അന്ധകാരം നിറഞ്ഞ അനുഭവം, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യം, നിരാശയോടുകൂടെ പല സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുന്ന ശിഷ്യ സമൂഹം, എല്ലാം കൂടെ ഒരു അനിശ്ചിതത്വവും ദുഃഖവും നിറഞ്ഞു നിൽക്കുന്ന സമയം. ഒരുപക്ഷെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളും ചിന്തിച്ചേക്കാം, യേശു പരാജയപ്പെട്ടോ? സാത്താന്റെ പ്രവൃത്തി വിജയിച്ചോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു പരാജിതനാകുകയല്ല, പിന്നെയോ യേശുവിൻ്റെ നിശബ്ദത അത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു എന്നുള്ളതാണ്. രാജാതിരാജനായ യേശുവിനെ ഒരു ശക്തിക്കും തങ്ങളുടെ ബുദ്ധി കൊണ്ടും തങ്ങളുടെ മിടുക്ക് കൊണ്ടും നിയന്ത്രിച്ചു നിർത്തുക അസാധ്യമാണ്. മൂന്നാം നാൾ അതിരാവിലെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലോകത്തിന് നൽകുന്നത് വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും നിരാശയ്ക്കും അറുതി വരുത്തി ഒരു പുത്തൻ അനുഭവം പകർന്നു തരുന്ന പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ദിനമാണ് ഈസ്റ്റർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ പ്രതീക്ഷ കൈവെടിയാതെ, പ്രത്യാശയ്ക്ക് മങ്ങലേൽക്കാതെ, കൂടുതൽ ദൈവകൃപയോടുകൂടെ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പെരുന്നാളിൽ പങ്കുചേരാൻ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.